പ്രകൃതി രമണീയമായ സ്ഥലം. വെറ്റിലപ്പാറയിൽ നിന്ന് 1 കിലോമീറ്റർ മാറി പീച്ചി ഡാമിനോടടുത്ത് ഒരു പമ്പാറ വെള്ളച്ചാട്ടം മുതലായവ തൊട്ടരികിലായുള്ള ഈ പറമ്പ്. 5 ഏക്കറോളം വരുന്ന ഈ പറമ്പ് വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇതിൽ പ്ലാവ്, മാവ്, തെങ്ങ് എല്ലാം ഉണ്ട്. തെങ്ങെല്ലാം 10-65 വയസ്സ് പ്രായമായ തെങ്ങുകളാണ്. പിന്നെ മരങ്ങൾ, കുളമ്പ് മാവ് വരുന്നുണ്ട്. അവിടെ റിസോർട്ടിന് പറ്റിയ സ്ഥലം, നല്ല ശാന്തസുന്ദരമായ സ്ഥലം. ഇത് മലകളുടെ താഴ്വരയാണിത്. ഇതൊരു KFRI മേലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം ഇതിന് മുകളിലാണ്. അതിൻ്റെ താഴ്വരയാണിത്. കുളമ്പ് മാങ്ങ പിടിച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. അത് കുളമ്പ് മാവാണ്. ഇതുവഴിയാണ് ബൗണ്ടറി വരുന്നത്. ഇങ്ങനെ വന്ന് അവിടെ തെങ്ങ് നിൽക്കുന്നത്, അവിടെ നിന്ന് അങ്ങനെ പൂമരം, അങ്ങനെ വരുന്നൊരു 5 ഏക്കർ സ്ഥലമാണ്. പിന്നെ കുളമ്പ് മാങ്ങ കാണുന്നില്ല. മാങ്ങകളും നല്ല ഫലപുഷ്ടമായ മണ്ണാണ്. പപ്പ, ചേന, കുളമ്പ് വാങ്ങിയപ്പോൾ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. മേലെ അവിടെ എവിടെയൊക്കെയായിട്ട് കാണുന്നുണ്ട്. അവിടെ ഉണ്ട് കുളമ്പ് മാങ്ങയുണ്ട്, കുറച്ച് മാങ്ങ. ഇങ്ങനെ പോയി മേലേക്ക് പോകും സ്ഥലം. ഇതാണ് റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ്. നല്ല ശാന്തസുന്ദരമായ സ്ഥലം. ഒരു വാലിയാണ്. ഇതിൽ പോയി അങ്ങനെ പോയി ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയറാണ്. നിറയെ മരങ്ങൾ, നിറയെ ഓക്സിജൻ കിട്ടുന്ന സ്ഥലം. വൃക്ഷങ്ങൾ, ഇലകളായിട്ട് വൃക്ഷം പോലെ സ്ഥലം. ഇങ്ങനെ വന്ന് ഇതൊരു മാവ് അണ്ണാൻ കറി പോകണം. ഇങ്ങനെ വന്ന് ഇങ്ങനെ മട്ടിമരങ്ങൾ, വട്ട, മുരുക്ക്, മട്ടി, ഈ മുതലായ മരങ്ങൾ ഈ പറമ്പിലുണ്ട്. ഇത് പട്ടയത്തിനുള്ള അപേക്ഷ കൊടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസർവേ കഴിഞ്ഞ് കഴിഞ്ഞു. ഇതിലൊരു വീട്, ചെറിയൊരു ടെറസ് വീടുണ്ട്. ഇതിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ പോയി മേലെ കയറിയാൽ വലിയൊരു മരമുണ്ട്. അവിടെ മട്ടി വലുതായി. 650 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ടെറസ് വീടുണ്ട്. പഴയൊരു വീടാണ്. കുറച്ച് കൊല്ലം, 10-55 കൊല്ലം പഴക്കമുള്ളത്. ഇത് മട്ടി മരങ്ങളുണ്ട്, വൃക്ഷങ്ങൾ. വലിയൊരു വാലയാണെന്നോ. തെങ്ങ്, ഇവിടെ ഒരു മട്ടിയുടെ വണ്ണം കണ്ട നല്ല തടുക്കട വണ്ണമുണ്ട്. 2 ഫോൺ മേലേക്ക്. ഇതൊക്കെ മട്ടിയാണ്. ഇത് മുരുക്ക്. ഇത് നല്ല മാവ് ഉണ്ടാകും. മാങ്ങ, മട്ടി മാവുകളുണ്ട്. നിറയെ മാവുണ്ടാവും. സീസണായി കഴിഞ്ഞാൽ നിറയെ മാങ്ങിയ കിളിച്ചുണ്ടൻ മാമ്പഴം. ഇതിങ്ങനെ ജേക്കബ് മാമ്പഴം, പൊറിഞ്ചു മാങ്ങ കുറച്ചുണ്ട്. ഇതുമ്മ മാങ്ങയുണ്ട്. മാങ്ങ പൊട്ടിക്കാനായിട്ട് വന്നതാണ്.
മാങ്ങ പറിക്കാനായിട്ട്. കിളിച്ചുണ്ടൻ മാങ്ങ പഴത്തിൻ്റെ മാവ് ആ നിൽക്കുന്നത്. പ്ലാവുമ്പോൾ ചക്കയുണ്ട് അവിടെ, ചക്ക അപ്പുറത്തുണ്ട് ചക്ക. അത് മാവുമ്പോൾ മാങ്ങ നിറയുണ്ട്. അത് ഉണ്ടമാങ്ങയാണ്, പരക്കം മാങ്ങ, പേരയ്ക്ക. ഇത് പുളിയ മാങ്ങ, അതുമ്പോൾ പേരയ്ക്ക മാങ്ങ. ഇവിടെ വരെ ഇങ്ങനെ ബൗണ്ടറി അപ്പുറത്ത് ഡോക്ടറുടെ സ്ഥലമാണ്. ദുബായ് സൗദി ഡോക്ടർ വാങ്ങിയിട്ടുള്ള സ്ഥലമാണ് അപ്പുറത്തെ ബൗണ്ടറി. ഇത് കഴിഞ്ഞാൽ ഈ മാവ് കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ, അതായത് ഈ മാങ്ങ പൊട്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇങ്ങനെ പോയി മേലെ കിണറ് വരെ ബൗണ്ടറി വരുന്നു. ഇത് മാങ്ങ പഴുത്ത് വീണു. എന്ത് മാങ്ങയാണെന്ന് നോക്കട്ടെ. പുഴുണ്ട് അടുത്ത്. ഒരു മരം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ഈ പശു കൊണ്ട് വരുന്നില്ല. നമ്മൾ ഈ റബ്ബറിൻ്റെ നിൽക്കുന്നത് സൗദിയിൽ ഡോക്ടർ വാങ്ങിയ സ്ഥലമാണ്. ഇപ്പോൾ കുട്ടന്നൂരിലാണ് വീട്. ഇതാണ് നമ്മുടെ ബൗണ്ടറി വരുന്ന ഈ മരം. ഇതിൻ്റെ അപ്പുറത്ത് ഇത് മരം. നമുക്ക് ഇങ്ങനെ വന്ന് ആ ഷെഡ് വരുന്ന സ്ഥലത്തിൻ്റെ ബൗണ്ടറി. ഈ മരം ഇതിൽ പെടുന്ന ഇതിനപ്പുറത്ത് ടാപ്പ് ചെയ്യുന്ന റബ്ബർ ഡോക്ടറുടെ സ്ഥലമാണ്. ഇത് ഡോക്ടറുടെ സ്ഥലമായിരുന്നു. 1956-57 വാങ്ങിയിട്ടുള്ള സ്ഥലമാണ്. 5 ഏക്കറാണ് അവർക്ക് വാങ്ങിയത്. പൊടിപ്പാറ ജോണിൻ്റെ കയ്യിൽ നിന്ന് കൈവശം വാങ്ങിയ സ്ഥലം. പൊടിപ്പാറ ജോൺ കോറി നടത്തുന്ന പൊടിപ്പാറ ജോണായിരുന്നത് ആദ്യം. 55 ആ സമയത്ത്, അത് 55-58 വരെ ആളുടെ കയ്യിലായിരുന്നു. 58 ശേഷം നെഹ്റു ഇവിടെ ഓപ്പൺ ചെയ്യാൻ വന്നില്ലേ ഡാം, ആ സമയത്ത് വാങ്ങിയിട്ടുണ്ട്. ഡാം പണിയുന്ന സമയത്ത് വാങ്ങിയില്ല. അന്ന് പൊറിഞ്ചു കൂടെ ബീച്ച് ഇതിൽ ഡോക്ടറായത്. ബീച്ച് പട്ടിക്കാട് ഹോസ്പിറ്റലിൽ ആദ്യത്തെ ഡോക്ടറാണ്. MBBS ജോയിൻ ചെയ്തത്. ആ സമയത്ത് നെല്ലിന് ഒരു ബുദ്ധിമുട്ടായിപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സ്ഥലമാണ്. നെൽകൃഷി ഉണ്ടായിരുന്നു അവിടെ. 3 പൂവ് കൃഷി ചെയ്യുന്ന അവിടെ ആ സ്ഥലം, താഴെ സ്ഥലം. ഇത് ശരിക്കൊരു വാലിയാണ്. ഷേപ്പ് ഇങ്ങനെ വന്ന് മുകളിൽ ചെയ്യും. അതാണ് പൊറിഞ്ചു മാങ്ങ. നല്ല മാങ്ങയാണ്. ഇവിടെ നിന്നിട്ട് നാളിലിട്ടുണ്ട് വീണിട്ട് ആൾക്കാർ എടുത്തുകൊണ്ടാകാൻ വേണ്ടി. തെങ്ങ് കയറാൻ ആൾ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇത് കാറിങ്ങനെ വരും, ഇവിടെ വരും. കാറ് വന്ന് ടൊയോട്ട കാറിൽ വന്ന് ഇതിൽ മാങ്ങ പൊട്ടിച്ച് കൊണ്ടുപോകാൻ. എനിക്ക് 600 ലിറ്റർ കൊള്ളണം. ഇതിൽ മാങ്ങ കൊണ്ടാകും വളരെ സൗകര്യമാണ്. 600 ലിറ്ററോളം കൊള്ളും. വലിയ ബൂട്ട് സ്പേസുള്ള വണ്ടി. സാധാരണ നാനോലേ വരാറ്. ഇപ്പോൾ ഇത് വണ്ടി എടുത്തു മാത്രം. ഇതിലാണ് കനാലിങ്ങനെ പോകണം. ഈ കനാലിലൂടെ വെള്ളം പോകുമ്പോഴും ഇതിൻ്റെ ചുറ്റോട് ചുറ്റും കനാലാണ്. ഈ പൗഡറുണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇതിന് എൻട്രൻസ് വന്നിട്ട് ഇതിലെ എൻട്രൻസ് ഇവിടെ കഴിഞ്ഞ് ഈ വഴിക്ക് അങ്ങനെ പോയാൽ വെറ്റിലപ്പാറ കയഫാറയുടെ അവിടേക്ക് കയറാം. ഈ വഴി പോയി അങ്ങോട്ട് പോയാൽ വെലങ്ങന്നൂർ സെൻറ്ററിലേക്ക് വരും. ചെന്നായിപ്പാറ, വെലങ്ങന്നൂർ, തൃശ്ശൂർ. ഇതാണ് ഇതിലേക്കുള്ള വഴിയിട്ടാണ്. മരങ്ങൾ നിറയെ മരങ്ങളുണ്ട്. 5-6 ലക്ഷം 10 ലക്ഷം രൂപയുടെ മരങ്ങളുണ്ട് തന്നെ ഉണ്ടാവും ഇതിൽ. എന്ന് വിചാരിക്കും. ഇതിൻ്റെ ബൗണ്ടറി വന്നിട്ട് അങ്ങോട്ട് പോകും. ഇങ്ങനെ ഇവിടെ അങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ട് അങ്ങനെ പോയിട്ട് ഇതിലിങ്ങനെ മട്ടിമരങ്ങൾ ആയിട്ട് അങ്ങനെ അവിടെ വരെ തെങ്ങുകളൊക്കെ ഉണ്ട്. തെങ്ങുകൾ വലിയ തെങ്ങുകളാണ്. അതിലിപ്പോൾ നാളികേരം വീണ് കിട്ടുന്നതൊക്കെ ആൾക്കാർ പറക്കിക്കൊണ്ട് വന്നു. തെങ്ങ് കയറാൻ സമയമായിട്ടുണ്ടായിരുന്നു.
വരാമെന്ന് പറഞ്ഞൊന്നും വന്നില്ല. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമാകെ പറ്റി അവർ ആൾക്കാരെ കിട്ടുമെന്ന് അന്വേഷിക്കണം. നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു വരാണെങ്കിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇന്ന് കയറി പോയി കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ട് പോകാം. ഇവിടെ കശുമാവ് വീണ് കിടക്കുന്നുണ്ട്. 2 ഇതാണ് പൊറിഞ്ച് മാങ്ങ. കാണിച്ചു തരാം. പൊറിഞ്ച് മാങ്ങ നല്ല ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ. തത്തമ്മയ്ക്ക് പച്ചയ്ക്ക് തിന്നാനും വളരെ ഇഷ്ടമാണ്. തത്തമ്മകൾ നിറയെ വരും, ചില കൊത്തി തിന്നും. ഇതാണ് മാങ്ങ. ഉണ്ട ഇപ്പം മാങ്ങ സൈസുണ്ട്. മുകളിലൊക്കെ ഉണ്ട് മാങ്ങ, ധാരാളം ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഉണ്ട് മാങ്ങ. ഒരാളെ കൊണ്ടുവന്ന് മാവുമ്മ കയറി മാങ്ങ പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. അയാൾ കയറുന്നുണ്ട്. സൂക്ഷിച്ച് കയറണം. കണ്ടോ മാങ്ങ പഴുത്തു തുടങ്ങി. എന്താ കയറാൻ പറ്റില്ല. ഇതുമ്മ പിടിച്ച് കയറാനല്ലേ ഇത്. അങ്ങനെ അത് വീട്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പോൾ കണ്ടം കഴിഞ്ഞാൽ മുകളിലേക്കും കുറച്ച് സ്ഥലമുണ്ട്. ഇങ്ങനെ ബാക്കിൽ പോയി അവിടെ വരും ബൗണ്ടറി. കിളികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. തത്തകൾ വരുന്നുണ്ട്, മയിൽ വരുന്നുണ്ട്. ഒരു നാളേരം അതുമ്പോൾ തങ്ങി നിൽക്കുന്നുണ്ട്. അതെടുത്താൽ അവിടെ അത് തോട്ടുണ്ട് വലിച്ചിട്ടോ. തോട്ടിയെടുത്തിട്ടേ നാളേരം പറക്കാനൊന്നും നോക്കിക്കോ. എല്ലാ പറമ്പിലേ ഉണങ്ങി വീണുണ്ടാവും. ആൾക്കാർ എടുത്ത് കൊണ്ടുപോകല്ലേ. ശരി. ആ നാളേരം തങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ 2 നാളേരം കണ്ടിട്ട് അവിടെ വീണ് നടക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അത് കുത്തിയിട്ടാ അത് ഉണക്കാളേരാവോ. ഒരെണ്ണം 2 ഒരെണ്ണമുള്ളൂ.